ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വേറൊന്നല്ല, നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, ഇപ്പം ഒരു കാര്യം നമ്മൾ ബ്രേക്കപ്പ് ചെയ്തു, അതായത് വേർപിരിഞ്ഞു അല്ലെങ്കിൽ വേർപിരിച്ചു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം ഉപേക്ഷിച്ചു, ഒഴിവാക്കി, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വിവിധ വേർഡ്സുകളാണ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പലപ്പോഴും ഇനിയിപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവരായാലും പറയാറുണ്ട് അവർ ബ്രേക്കപ്പ് ചെയ്തു, അല്ലെങ്കിൽ അവർ ഗിവ് അപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പം വേറൊരു വേർഡാണ് കാൺട്ട് കിറ്റ് എന്നുള്ളത്. കാൺട്ട് കിറ്റ്, കാൺട്ട് ഫൈൻഡ് എന്നതുപോലെ തന്നെ കാൺട്ട് കിറ്റ് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഏത് രൂപത്തിൽ, ഏത് സെന്റൻസുകളിൽ, എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്കപ്പ് ആണ്, അല്ലെ? നമ്മളൊക്കെ കേൾക്കാറുള്ളതാണ് ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. എന്താണ് ഈ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു ബന്ധം, ഒരു ആളുമായുള്ള ഒരു ബന്ധം വേർപിരിക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ലവ്, അല്ലെ, ഒരു ലവ് അല്ലെങ്കിൽ ഒരു മാരേജ്, ദമ്പതികൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആളുമായുള്ള ഒരു ബന്ധം വേർപിരിക്കുക, ഇവിടെയാണ് നമ്മൾ ബ്രേക്കപ്പ് യൂസ് ചെയ്യുന്നത്. അവർ വേർപിരിയാൻ തീരുമാനിച്ചു, അവർ വേർപിരിയാൻ തീരുമാനിച്ചു എന്ന് പറയാറുണ്ടല്ലോ. They decided to break up. They decided to break up. Okay. Next, അവൾ കഴിഞ്ഞ വർഷം അവനുമായി ബന്ധം അവസാനിപ്പിച്ചു പറയാറുണ്ടല്ലോ, അല്ലെ? പല സിറ്റുവേഷനിലും നമ്മൾ പറയാറുണ്ട്, അവൾ കഴിഞ്ഞ മാസം അവനുമായി ബന്ധം അവസാനിപ്പിച്ചു. എങ്ങനെ പറയാ? ഇവിടെ കഴിഞ്ഞ വർഷം എന്നുള്ള ഒരു കഴിഞ്ഞ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. സോ she broke up with him last year. She broke up with him last year. അവൾ കഴിഞ്ഞ വർഷം അവനുമായി ബന്ധം അവസാനിപ്പിച്ചു. ഓക്കെ. ഇനി നമ്മൾ പറയാറുണ്ട്, ഇപ്പം ഭയങ്കരമായിട്ട് രണ്ടുപേര് ഭയങ്കര ഫൈറ്റ്. അപ്പോ ഒരാൾ വന്നിട്ട് പറയാണ്, വഴക്ക് തുടരുന്നതിനേക്കാൾ വേർപിരിയുന്നതാണ് നല്ലത്, അല്ല? ഏതൊരു ബന്ധമായാലും അങ്ങനെയാണ് പറയാറ്. വഴക്ക് തുടരുന്നതിനേക്കാൾ വേർപിരിയുന്നതാണ് നല്ലത്. എങ്ങനെ പറയാ? ഇറ്റ്സ് ബെറ്റർ ടു ബ്രേക്ക് അപ്പ് ദാൻ കീപ് ഫൈറ്റ്. ഇറ്റ്സ് ബെറ്റർ ടു ബ്രേക്ക് അപ്പ്, അല്ലേ? ബ്രേക്കപ്പ് ആണ് നല്ലത് ഇതിനേക്കാളും ദാൻ കീപ് ഫൈറ്റിംഗ്, അല്ലെ? ദാൻ കീപ് ഫൈറ്റിംഗ്. ഫൈറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്താണ്? ബ്രേക്കപ്പ്, വേർപിരിയുന്നതാണ്. അപ്പം ഇറ്റ്സ് ബെറ്റർ ടു ബ്രേക്കപ്പ് ദാൻ കീപ് ഫൈറ്റിംഗ്. ഓക്കെ. നെക്സ്റ്റ്, നമ്മൾ ഒരു ബന്ധം വേർപിരിഞ്ഞ ഒരു സ്റ്റോറി കേട്ടതിന് ശേഷം നമ്മൾ ചോദിക്കുകയാണ്, അവർ എന്തുകൊണ്ടാണ് വേർപിരിഞ്ഞത്? അവർ എന്തുകൊണ്ടാണ് വേർപിരിഞ്ഞത് എന്ന് ചോദിക്കണമെങ്കിലോ, വൈ ഡിഡ് ദേ ബ്രേക്കപ്പ്? വൈ ഡിഡ് ദേ ബ്രേക്കപ്പ്? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആളുമായി ബന്ധം വേർപിരിയുക എന്നുള്ള സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും ബ്രേക്കപ്പ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഗിവ് അപ്പ് എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞ ഒരു ശീലം, ഒരു ശ്രമം, ഒരു കാര്യം, ഇതൊക്കെ നമ്മളിൽ നിന്ന് ഉപേക്ഷിക്കുക എന്നുള്ള സമയത്താണ് നമ്മളിപ്പോ ഗിവ് അപ്പ് യൂസ് ചെയ്തത്. ഇനി ഇതുപോലെ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് കാൺട്ട് കിറ്റ് എന്നുള്ളത്. അത് നമുക്ക് അവസാനം പഠിക്കാം കേട്ടോ. അതിനൊരു എക്സാമ്പിൾ പറയാണ്, അവൻ പുകവലി ഉപേക്ഷിച്ചു. അവൻ പുകവലി ഉപേക്ഷിച്ചു. ഹെ ഗേവ് അപ്പ് സ്മോക്കിംഗ്. അല്ലേ? ഗിവ് എന്നുള്ളതിന്റെ പാസ്റ്റ് ആണ്, ഉപേക്ഷിച്ചു എന്നാണ്. സോ ഹെ ഗേവ് അപ്പ് സ്മോക്കിംഗ്. അവൻ പുകവലി ഉപേക്ഷിച്ചു. ഓക്കെ. സ്ട്രെസ് കാരണം അവൾ ജോലി ഉപേക്ഷിച്ചു. എന്താ പറയാ? സ്ട്രെസ് കാരണം അവൾ ജോലി ഉപേക്ഷിച്ചു. ഷേ ഗേവ് അപ്പ് കഴിഞ്ഞ കാര്യം. ഷേ ഗേവ് അപ്പ് ദ ജോബ് ഡ്യൂ ടു സ്ട്രെസ്. അവൾ സ്ട്രെസ് കാരണം ജോലി ഉപേക്ഷിച്ചു. ഓക്കെ. നെക്സ്റ്റ്, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളുകളാണ് നമ്മളൊക്കെ, അല്ലെ? അപ്പോ നമുക്ക് എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ ആ സ്വപ്നം നേടിയെടുക്കും എന്നുള്ളത് പറയാറുണ്ടല്ലോ. ഞാൻ എൻ്റെ സ്വപ്നം കൈവിടില്ല. ഞാൻ എൻ്റെ സ്വപ്നം കൈവിടില്ല. ഐ വോണ്ട് ഗിവ് അപ്പ് മൈ ഡ്രീം. ഐ വോണ്ട് ഗിവ് അപ്പ് മൈ ഡ്രീം. ഞാൻ എൻ്റെ സ്വപ്നം കൈവിടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരാളുമായുള്ള ബന്ധം വേർപിരിയുക എന്നുള്ളതിന് നമ്മൾ ബ്രേക്കപ്പ് എന്ന് യൂസ് ചെയ്യുന്നു. എന്നാൽ ഒരു ശീലം, അതുപോലെ ഒരു ശ്രമം, അല്ലെ? ഒരു ശ്രമം, ഒരു കാര്യം, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങള് കൈവിടില്ല, അല്ലെങ്കിൽ ഉപേക്ഷിക്കില്ല, അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിവ് അപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതുപോലെയുള്ള ഒരു സംഭവമാണ് കാൺട്ട് കിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ കാൺട്ട് കിറ്റ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇപ്പം ഒരു ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അഡിഷൻ, അല്ലെ? മനസ്സിലായല്ലോ? ഇവിടെയാണ് നമ്മൾ കാൺട്ട് കിറ്റ് എന്ന് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയാം, ഇപ്പം അവന് പുകവലി മാറ്റാൻ കഴിയില്ല.
എന്താ പറയാ, ഈ പുകവലി ആയിക്കോട്ടെ, ഇനിയിപ്പം കുടിക്കുന്ന ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലഹരിയിൽ അഡിഷൻ ആയിക്കോട്ടെ, ഈ ഒരു വ്യക്തിക്ക് അത് ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പം ഹി കാൺഡ് കിറ്റ് സ്മോക്കിംഗ്, ഹി കാൺഡ് കിറ്റ് സ്മോക്കിംഗ്, അവന് പുകവലി ഒഴിവാക്കാൻ കഴിയില്ല. ഇനി ഇപ്പം നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു വർക്കാണ്, ആ വർക്ക് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെയും നമുക്ക് കാൻഡ് കിറ്റ് യൂസ് ചെയ്ത് പറയാം. എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് ഈ ജോലി വിട്ടൊഴിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഒഴിവാക്കാൻ കഴിയില്ല, ഇപ്പോൾ അത് നടക്കില്ല, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ്. സോ നമുക്ക് അവിടെ എന്ത് പറയാം, ഐ കാൺഡ് കിറ്റ് ദിസ് ജോബ് നൗ, ഐ കാൺഡ് കിറ്റ് ദിസ് ജോബ് നൗ, ഇപ്പോൾ എനിക്ക് ഈ ജോലി വിട്ടൊഴിക്കാൻ കഴിയില്ല. അപ്പൊ ഇവിടെയാണ് നമ്മൾ കാൺഡ് കിറ്റ് എന്ന് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്മോക്കിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് സെന്റൻസുകൾ പഠിക്കാം കേട്ടോ. ഞാൻ പുകവലിക്കുകയാണ്, അല്ലേ, സിമ്പിൾ ആണ്. ഐ എം സ്മോക്കിംഗ് എന്ന് പറയാം. ഞാൻ പുകവലിക്കാറില്ല, അങ്ങനെ ഒരു ശീലമില്ലാത്ത ഒരാളാണെങ്കിൽ എങ്ങനെ പറയാ, ഐ ഡോണ്ട് സ്മോക്ക്, ഐ ഡോണ്ട് സ്മോക്ക്, ഞാൻ പുകവലിക്കാറില്ല. ഇനി ഐ ഡോണ്ട് യൂഷ്വലി സ്മോക്ക് എന്ന് വേണമെങ്കിലും പറയാട്ടോ, ഒരു പതിവ് കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ്, അവൻ പുകവലിക്കുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല, അവൻ പുകവലിക്കുന്നത് അവൾക്കൊട്ടും ഇഷ്ടമല്ല. എങ്ങനെ പറയാ, ഷീ ഡസന്റ് ലൈക്ക് ഹിം സ്മോക്കിംഗ് അറ്റ് ഓൾ, ഷീ ഡസന്റ് ലൈക്ക് ഹിം, അവൻ പുകവലിക്കുന്നത് അവൾക്കൊട്ടും ഇഷ്ടമല്ല എന്നാണ്. ഷീ ഡസന്റ് ലൈക്ക് ഹിം സ്മോക്കിംഗ് അറ്റ് ഓൾ, ഷീ ഡസന്റ് ലൈക്ക് ഹിം സ്മോക്കിംഗ് അറ്റ് ഓൾ, അവൻ പുകവലിക്കുന്നത് അവൾക്കൊട്ടും ഇഷ്ടമല്ല. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ കാണാറുണ്ട് പുകവലി പാടില്ല എന്നുള്ളത്, അല്ലെ, പുകവലി പാടില്ല. എങ്ങനെ പറയാ, നോ സ്മോക്കിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്മോക്കിംഗ് ഈസിന്റ് അലൗഡ്, സ്മോക്കിംഗ് ഈസിന്റ് അലൗഡ്, പുകവലി പാടില്ല. ഓക്കെ, ഇപ്പം ഒരു ബസ് സ്റ്റോപ്പില് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലില് നമുക്ക് പറയണമെങ്കിൽ എവിടെ ഇരുന്ന് പുകവലിക്കരുത് എന്നിങ്ങനെ പറയാം, ഡോണ്ട് സ്മോക്ക് ഹിയർ, ഡോണ്ട് സ്മോക്ക് ഹിയർ, ഇവിടെ ഇരുന്ന് പുകവലിക്കരുത്. എനിക്ക് പുകവലിക്കുന്നവർ ഇഷ്ടമല്ല എന്നിങ്ങനെ പറയാ, എനിക്ക് പുകവലിക്കുന്നവരെ ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് പീപ്പിൾ ഹു സ്മോക്ക്, ഐ ഡോണ്ട് ലൈക്ക് പീപ്പിൾ ഹു സ്മോക്ക്, എനിക്ക് പുകവലിക്കുന്നവരെ ഇഷ്ടമല്ല. ഓക്കെ, ഒരാള് ഭയങ്കരമായിട്ട് പുകവലിക്കുകയാണ്, ഈ സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അഡിഷൻ നമ്മൾ ചോദിക്കാറ്, നീ എന്തിനാ ഇങ്ങനെ പുകവലിക്കുന്നത്, അല്ലെ, നീ എന്തിനാ ഇങ്ങനെ കള്ളു കുടിക്കുന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അപ്പൊ നീ എന്തിനാ ഇങ്ങനെ പുകവലിക്കുന്നത് എങ്ങനെ ചോദിക്കുക, ആർ യു സ്മോക്കിംഗ് ലൈക്ക് ദിസ്, വൈ ആർ യു സ്മോക്കിംഗ് ലൈക്ക് ദിസ്, നീ എന്തിനാ ഇങ്ങനെ പുകവലിക്കുന്നത്. ഓക്കെ, അവൻ എപ്പോഴും പുകവലിക്കും എന്നിങ്ങനെ പറയാ, അവൻ എപ്പോഴും പുകവലിക്കും, ഹി ഓൾവേസ് സ്മോക്സ്, ഹി ഓൾവേസ് സ്മോക്സ്, അല്ലേ. ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്ക് ഒരു സെന്റൻസ് തരാം, അവൻ പുകവലിക്ക് അഡിക്റ്റായി, അവൻ പുകവലിക്ക് അഡിക്റ്റായി എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.